ഹായ്, ഞാൻ സലു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ 10 മണി ചെടികളെ പറ്റിയാണ്. 10 മണി ചെടികൾക്ക് ഒരുപാട് പേരുകളുണ്ട്. പോർട്ടുലാക്ക പ്ലാന്റ്, മോസ് റോസ്, പേഴ്സ്ലൈൻ, അതുപോലെ തന്നെ മെക്സിക്കൻ റോസ്, മോസ് റോസ്, ടേബിൾ റോസ്, അങ്ങനെ ഒരുപാട് പേരുകളിലാണ് അറിയപ്പെടുന്നത്. 10 മണി ചെടികളുടെ കെയറിങ്, അതുപോലെ തന്നെ അതിന് എത്ര ഫെർട്ടിലൈസർ കൊടുക്കണം, അതുപോലെ തന്നെ സൺലൈറ്റ് എത്ര വേണം, വെള്ളം ഒഴിക്കേണ്ട രീതി എങ്ങനെയാണ്, ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, പ്രൂണിങ് സ്റ്റേജ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. ജാൻസി മാഡത്തിൻ്റെ ഗാർഡൻ നേരത്തെ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാമിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒരു 50% 10 മണി ചെടികൾ നമുക്ക് കാണാം. പല വെറൈറ്റീസിലും പല കളേഴ്സിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും പൂവിട്ട് നിൽക്കുന്ന അതിൻ്റെ ഒരു സീക്രട്ട് ഉണ്ട്. അതും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. 10 മണി ചെടികൾക്കെല്ലാം തന്നെ നല്ല സൺലൈറ്റ് വേണം. ഒരു 6 to 7 hours സൺലൈറ്റ് ഡെയിലി നല്ലതുപോലെ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രമേ ഈ ചെടികളെല്ലാം പൂവിട്ട് നിൽക്കത്തുള്ളൂ. 8 മണി ചെടികൾക്കാണെങ്കിലും 10 മണി ചെടിയാണെങ്കിലും സാധാരണ നമ്മൾ ഇതിൻ്റെ തണ്ട് നടാൻ ശ്രമിക്കുമ്പം അതിൻ്റെ തണ്ടുകളെല്ലാം ചീത്തയായി പോകുന്നതായിട്ട് കാണാം. അതിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചും നമുക്ക് ഇന്ന് നോക്കാം. 10 മണി ചെടിയാണെങ്കിലും 8 മണി ചെടിയാണെങ്കിലും നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പം കൂടുതലും ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ജാൻസി മാഡത്തിൻ്റെ ഗാർഡനിൽ എന്തൊക്കെ തരം വളങ്ങളാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഈ പൂക്കൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്, അതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. 10 മണി ചെടികൾ അല്ലെങ്കിൽ 10 മണി 8 മണി ചെടികൾ ഇല്ലാത്തൊരു വീട് പോലും ഇന്ന് ഉണ്ടാവില്ല. പൂക്കളെ സ്നേഹിക്കുന്ന, അതിൽ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും ഇതുപോലെ 10 മണി ചെടികൾ, 8 മണി ചെടികളും വെറൈറ്റികൾ, ഒത്തിരി വെറൈറ്റികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഇപ്പോൾ പൂവുണ്ടാവുന്ന സമയമാണ്, പൂവുണ്ടായി വരുന്ന സമയമാണ്. പൂക്കളൊക്കെ ഇടാനായിട്ട് ഒരുങ്ങുന്ന ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ തോട്ടത്തിലെ ചെടികൾക്ക് എന്തൊക്കെ വളമാണ്, എന്തൊക്കെയാണ് ഓരോ ചെടികൾക്കും കൊടുക്കുന്നത് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ സ്ഥലം പരിമിതിയുള്ളവർക്കൊക്കെ എങ്ങനെ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചെറിയ ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക്. എങ്കിലും എനിക്ക് തോന്നിയ ഐഡിയാസ് പങ്കുവെച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഈ ചാനലിലൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ഒന്ന് കാണണം. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ഭംഗിയായിട്ട് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, എത്ര വെറൈറ്റികൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പൂക്കൾ കുറേ പൈസ കൊടുത്ത് നമുക്കൊന്നും വാങ്ങി നമ്മുടെ വീട്ടിൽ ചെയ്യണമെന്നില്ല പൂന്തോട്ടത്തിന് ഭംഗി ഉണ്ടാവാൻ. ഇതുപോലെ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ, ഇനിയിപ്പോൾ 1 or 2 ഉള്ളോ അതും ഇതുപോലെ ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചു കുത്തി, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്ന് വരും. ഒരു ചെറിയ തണ്ടുണ്ടായാൽ അത് നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ ഇതുപോലെ മനോഹരമായിട്ട് പൂണ്ടായി നിൽക്കും. അപ്പോൾ ഇതേപോലെ അതിൻ്റെ തണ്ടുകളൊക്കെ ഒടിച്ചു കുത്തി ഭംഗിയായിട്ട് ഇതുപോലെ സ്റ്റാൻഡിൽ നമ്മൾ തൂക്കിയിട്ടാൽ വളരെ ഭംഗിയായിരിക്കും. ഇത് കണ്ടോ, എൻ്റെ 8 മണികളുമൊക്കെ പൂക്കളായി. 8 മണികളെല്ലാം പൂക്കളായി നല്ല രീതിയിൽ അവ വിരിഞ്ഞു തുടങ്ങി. പക്ഷേ 10 മണികൾ പൂവുണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്കൊരു അവധി ദിവസം കിട്ടിയപ്പോൾ ഞാൻ എങ്ങനെ ഇതിനകത്ത് കുറച്ച് വളമൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ ആയാലും നല്ലതാണല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 10 മണികൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതേപോലെ സ്റ്റാൻഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടാം. എല്ലാ കളറുകളും ഒരുമിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് വളരെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന വളപ്രയോഗ രീതി എന്നൊന്ന് പറഞ്ഞു തരാം. നമുക്കെപ്പോഴും ഈ 10 മണികൾക്ക് ഒരിക്കലും ജൈവവളത്തിൻ്റെ കാര്യമായിട്ടുള്ള ഇതില്ല, ചാണകമൊന്നും അധികം വേണ്ട. കാരണം ഇപ്പോൾ ഭയങ്കര തണ്ടൊക്കെ വളരെ സെൻസിറ്റീവാണ്.
തണ്ടുകൾ കണ്ട വളരെ മൃദുലമാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ടൈപ്പാണ്. അധികം വളമോ വെള്ളമോ കൂടിയാൽ ഇവ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല വെയിലും നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണും അതുപോലെ തന്നെ NPK വളം പോലെയുള്ള രാസവളങ്ങളുടെ പ്രയോഗമാണ് 10 മണികൾക്ക് എപ്പോഴും നല്ലത്. കൂടുതൽ ജൈവവളമായാൽ തണ്ട് ചീഞ്ഞു പോകാനും പൂക്കളിടില്ല, വെറുതെ ഇലകൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരും. ഇലകൾ കൂടുതലായാൽ പൂവിടാനായിട്ട് ഇവർക്ക് മടിയാണ്. അപ്പോൾ ഇലയും പൂക്കളും ഒരുപോലെ വരാവുന്ന രീതിയിലായിരിക്കണം ഇവ നമ്മൾ വളം ചെയ്ത് എടുക്കേണ്ടത്. ആ വളപ്രയോഗ രീതി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് ഇവർക്ക് ഇപ്പോൾ ഈ ടൈമിൽ എല്ലാ ചെടികൾക്കും, ഇപ്പോൾ എൻ്റെ ചെടിത്തോട്ടത്തിൽ നിങ്ങൾ നോക്കില്ല അറിയാം, പൂക്കളുണ്ടായി വരുന്നേ ഉള്ളൂ. എല്ലാ ചെടികൾക്കും ഞാൻ ഇപ്പോൾ ഈ സമയത്ത് NPK വളം ചെയ്തു തുടങ്ങി. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ 19 എന്നുള്ള വളം ചെയ്തു തുടങ്ങി. ആ വളവും ഞാൻ നിങ്ങളൊന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇതുപോലെ സ്റ്റാൻഡുകളിലാണ് ഞാൻ 10 മണികൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ 10 മണികൾ പൂവിടാനായിട്ട് നോക്കുന്നേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അവർക്ക് വളം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. 8 മണികളുടെയും 10 മണികളുടെയൊക്കെ തണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് അത് നടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴേ എപ്പോഴും ഇതുപോലെ നീണ്ടു പൊന്തി, ഇതിപ്പോൾ ഞാൻ നടാനായിട്ട് വെച്ചിരുന്ന ചെടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അത് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ എല്ലാം ഒടിച്ചെടുത്ത് നടാൻ പോവാണ്. കാരണം ഇതിനെപ്പോഴും മുറിച്ച് നമ്മൾ എടുത്താലാണ് കൂടുതൽ ശാഖകൾ വന്ന് നല്ല ഭംഗിയായിട്ട് ഉണ്ടായി നിൽക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നീണ്ടു നിൽക്കുന്ന പൂ ഉണ്ടായാലും കുഴപ്പമില്ല, ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ശിഖരങ്ങൾ ഒടിച്ചെടുക്കാം. ജസ്റ്റ് നമ്മളൊന്ന് ഒടിച്ചെടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ശിഖരങ്ങളാണ് ഒടിച്ചെടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, നമ്മൾ ഒടിച്ചെടുക്കും തോറും അതിന് ധാരാളം ശിഖരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം ഇന്ന് നടാൻ വേണ്ടി വേറെ പോട്ടിലേക്ക് നടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നടുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാനൊന്ന് എങ്ങനെയാണ് ആ മണ്ണിൽ എങ്ങനെയാണ് ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി വയ്ക്കുന്നുള്ളൂ, എന്നാലും അത് നടന്നത് എങ്ങനെയും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ 8 മണി നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു പോട്ടും അതിൽ മണ്ണുമാണ്. ഇതേപോലത്തെ ഞാൻ ഹാങ് ചെയ്തെടുക്കുന്ന പോട്ടാണ് 8 മണിയും 10 മണിയും നട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പോട്ട് എടുക്കുക. ഇതേപോലെ നോക്കൂ, ഈ മണ്ണ് നോക്കൂ, തറഞ്ഞു കിടക്കുന്നതോ അതോ ചെളി കൂടിയതോ ആയിട്ടുള്ള മണ്ണ് എടുക്കാതിരിക്കാൻ നോക്കണേ. കുറച്ച് മണലോ അല്ലെങ്കിൽ കുറച്ച് തുരുതുരുപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന മണ്ണാണ് എപ്പോഴും ഈ 10 മണികളും 8 മണികളും നടാനായിട്ട് നല്ലത്. ഞാനിതിനകത്ത് ഒരു വളവും ചേർത്തിട്ടില്ല. ഇതിങ്ങനെ നനഞ്ഞ് കിടന്നിരുന്ന മണ്ണാണ്, അത് ഞാൻ അതിൽ നിന്ന് കൊത്തിയെടുത്തതാണ് പറമ്പിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഇതുപോലത്തെ മണ്ണെടുക്കാം. വളമൊന്നും ഇപ്പോൾ ചേർക്കണ്ട. 10 മണികളുടെ വേര് വളരെ ലോലമാണ്, വളരെ നേർത്തതാണ്. അപ്പോൾ ആ വേരുകൾ കൂടുതൽ ചെളിയോ അല്ലെങ്കിൽ ആ വളമുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് കെട്ടുപോകും. അപ്പോൾ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ തണ്ട് പിടിച്ച് കിട്ടിയില്ല, അത് വേര് ചീഞ്ഞ് പിടിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, തറഞ്ഞു കിടക്കുന്ന മണ്ണിൽ നമുക്ക് ഇതിൻ്റെ വേര് താഴ്ന്നു പോവുകയോ ഒന്നുമില്ല, വെള്ളം കെട്ടിക്കിടന്ന് അത് ചീഞ്ഞു പോകുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ തുരുതുരുപ്പായിട്ടുള്ള മണ്ണെടുക്കാൻ നോക്കുക. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ കമ്പ് ഒടിച്ചെടുത്തു. നമ്മളത് ഇതിനകത്ത് ഒന്ന് നോക്കുക, വളരെ വലിയ കൊമ്പ് നടാതെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മളതിനകത്ത് നട്ടിടുക. ഇതുപോലെ നട്ടാൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് നടാം. അപ്പോൾ ഒരു പോട്ടിൽ നമുക്കൊരു 3-4 കമ്പ് കുത്തി കൊടുക്കാം. ഒരു കമ്പ് മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭംഗി കുറച്ച് കുറയും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നട്ട് അതൊന്ന് മണ്ണിലൊന്ന് ഉറപ്പിച്ച്, അധികം താഴത്തേക്ക് താഴ്ന്നു പോകരുത് കേട്ടോ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അധികം താഴത്തേക്ക് തണ്ട് പോകാതിരിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചാൽ. അപ്പോൾ ഈ മണ്ണിൻ്റെ ഇളക്കമുള്ളതുകൊണ്ട് നമ്മൾ കൊമ്പ് കുത്താനായിട്ട് പ്രത്യേകിച്ച് ഒരു കുഴിയൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അപ്പോൾ നമുക്കിത് കുത്തുമ്പോൾ ഈസി ആയിട്ട് അങ്ങോട്ട് പോകണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഈ മണ്ണ് കുഴപ്പമില്ല, ഇത് നന്നായിട്ട് നല്ല രീതിയിൽ വന്നോളും. അപ്പോൾ നോക്കൂ, നമ്മളിതുപോലെ ഒരു 6-7 കമ്പ് ഇതുപോലത്തെ ചട്ടിയിൽ നട്ടിടാം. ഇതുപോലെ ഇത്രയും മതി. ഇത് ഞാൻ വേറെ ചട്ടിയിൽ നടാനായിട്ടാണ്. അപ്പോൾ ഇത്രയും നട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് 2 ദിവസം തണലുള്ള ഭാഗത്ത് നമ്മൾ വെക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് പിടിച്ച് വരുമ്പോഴോ നമ്മൾ ഉദ്ദേശിക്കുന്ന NPK വളം സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ മണ്ണിൽ നമ്മളത് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ചെടികൾക്ക് പൂവിടാനായിട്ട് ഉപയോഗിക്കുന്ന NPK രാസവളം 19-19-19.
നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിൻ്റെ ഒരു റേഷ്യോയിലുള്ള ഒരു വളമാണ്. ഇതാണ് കൂടുതൽ ഈൽഡ് കിട്ടാനും പൂക്കളുണ്ടാകാനും ഒക്കെ എല്ലാ ചെടികൾക്കും, പച്ചക്കറികൾക്കും, ഫ്രൂട്ട്സിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇരിക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ്. ഇത് എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ ഇത് ചെടികൾക്ക് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പഞ്ചസാര തരി അല്ലെങ്കിൽ ഉപ്പ് തരി പോലെ ഇരിക്കുന്ന ഒരു വളമാണിത്. ഇത് പലർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്താണ്. ഇതൊരു നമുക്കറിയാലോ, ഈ സ്പൂൺ ഈ നൂഡിൽസൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പൂണാണ്. ആ സ്പൂണിൽ ഇത് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 10 ലിറ്റർ വെള്ളമാണ്. ഈ 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിൻ്റെ 3 സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. 3 സ്പൂൺ മതിയാകും. വലിയ വലിയ ചെടികളാണെങ്കിൽ നമുക്കൊരു 3-4 സ്പൂൺ 10 ലിറ്ററിൽ ചേർക്കാം കേട്ടോ. 4 സ്പൂൺ എടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ 10 മണികൾക്കൊക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ 3 സ്പൂൺ ശരിക്കും ഇളക്കണം. നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അടിവളമായിട്ട് ഒഴിച്ചു കൊടുക്കാനും നനച്ചു കൊടുക്കാനും മതിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പ്രെയർ എടുത്ത് ഇതുപോലെ സ്പ്രേ എടുത്തിട്ട് സ്പ്രേയിലാക്കി നമ്മൾ തളിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ഞാനിവിടെ PVC പൈപ്പിൽ എൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന ചെടികൾ, 10 മണി ചെടികൾ കണ്ടോ, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി പൂവിടാനുള്ള സീസണാണ്. നമ്മളിപ്പോൾ ഇതിന് ഇതുപോലെ കരുത്തായി വന്നിരിക്കുന്ന 10 മണികൾക്ക് നമ്മളൊരു ബൂസ്റ്റർ എന്ന നിലയിൽ 19 അല്ലെങ്കിൽ ഗ്രീൻ കെയറോ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരേപോലെ മുട്ടുണ്ടായി വരും. അപ്പോൾ നമ്മൾ സ്പ്രേയിൽ നമ്മൾ ചേർത്തിരിക്കുന്ന 19 ഡൈല്യൂട്ട് ചെയ്ത വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടോ. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്യുക. അതുപോലെ ആ മണ്ണിലും കൂടി ഒന്ന് നനയാവുന്ന രീതിയിൽ. അവർ വേരൊക്കെ മുകളിലാണ്, അധികം ആഴത്തിലൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ മണ്ണിലും കൂടി ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പം ഞാൻ പല രീതിയിലും 10 മണികൾ നട്ടിട്ടുണ്ട്. ഇതൊരു പൈപ്പ് തന്നെയാണ്. ആ പൈപ്പ് ഇതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഒത്തിരി ഇളകളൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അതിനും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം, എന്നാലും ഞാൻ പറയുകയാണ്. ഗ്രീൻ കെയർ ഉണ്ടെങ്കിൽ ഗ്രീൻ കെയർ ആയാലും നല്ലതാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഈ പൈപ്പിൽ ഉള്ളതും നമ്മുടെ കൊങ്കിണിയാണ്. ഞാൻ കൊങ്കിണിയുടെ പരിപാലനവും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊരു പൈപ്പ്. ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ ചെയ്യുക. മുട്ടിട്ട് തുടങ്ങിയെന്ന് കാണുമ്പോൾ പിന്നെ കുറച്ച് ഒരു മാസത്തിലൊരിക്കലൊക്കെ ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരമാണ്. ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. ഈ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം അധികം നമ്മുടെ ചെടികളിൽ ഇതുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആക്ഷനൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ പൂവിടാനായിട്ട് നല്ല രീതിയിൽ വന്ന് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ പൂക്കളുണ്ടാവാൻ പോകുന്ന ഈ സീസണിൽ ഇപ്പോൾ ചെയ്ത പോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ല റിസൾട്ട് കിട്ടും. ഞാനിതുപോലെ സ്റ്റാൻഡുകളിൽ PVC പൈപ്പുകളിലൊക്കെ ഇതുപോലെ 10 മണികൾ വെച്ചിട്ടുണ്ട്. പൂക്കളില്ലാത്തതുകൊണ്ട് ഞാനത് ശരിക്കും ക്ലോസപ്പ് കാണിക്കാത്തത്. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എല്ലാത്തിലും പൂക്കൾ നിറയെ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ ചെയ്ത ഈ ചെറിയ വീഡിയോയിലെ രീതിയിൽ ഒന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.